ഇന്ന് എൻ്റെ കൊച്ചടുക്കളയുടെ പുതുക്കി പണിയുന്ന കുറച്ച് വിശേഷങ്ങളും പുതുക്കി പണിത അടുക്കളയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് എൻ്റെ പഴയ അടുക്കളയാണ്. ഇതൊരു 50 കൊല്ലത്തെ അടുക്കളയാണ്. 18 വർഷം മുമ്പ് അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തതാണ് കാണുന്നത്. ഇവിടെ ഫെറോസിക്കിട്ട് അതുമേ ടൈൽസ് ഒട്ടിച്ചിരിക്കുന്നതാണ് കണ്ടത്. ഇനി ഇതെല്ലാം പൊളിച്ച് കളയുകയാണ്. ഇത് പഴയ കബേർഡായിരുന്നു. അതിൻ്റെ ഡോറൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയായിരുന്നു പഴയ ചിമ്മിനിയും അടുപ്പും. അപ്പോൾ അത് തട്ടടിച്ച് അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ അതവിടെ ഫ്രിഡ്ജും ഒരു കബേർഡ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വയറിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ചെയ്യുന്നത് ടൈൽസാണ്. ടൈൽസ് ബ്ലാക്കിൽ ചെറിയ ടൈൽസായിരുന്നു ആദ്യം. ഇപ്പോൾ വൈറ്റാണ് ഇടുന്നത്. പിന്നെ ഗ്രാനൈറ്റും ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടൈൽസ് ഒട്ടിക്കുന്നത് പശയിലാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല പൊടിയായിരിക്കും. ഇപ്പോൾ ഇവിടെ പശ തേച്ച് ടൈൽസ് ഒട്ടിക്കുന്നതാണ് കാണുന്നത്. ഇതിപ്പോൾ പശ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതാണ് കാണാൻ പോകുന്നത്. ഞാനും ഇത് കണ്ടിട്ടില്ല, ഇപ്പോൾ തന്നെയാണ് കാണുന്നത്. ഇതാണ് ടൈൽസ് ഒട്ടിക്കുന്ന പശ. ഇത് മിക്സ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഏകദേശം ടൈൽസൊക്കെ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ കബേർഡ് ഗ്രാനൈറ്റ് ഇടാനുള്ള കബേർഡാണ് ഇവിടെ കൊണ്ടുവന്ന് അവരത് പണി കഴിച്ച് റെഡിമെയ്ഡായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യുന്നത്. അതുമെയാണ് ഗ്രാനൈറ്റ് ഇടുന്നത്. ഇപ്പോഴത്തെ ഗ്രാനൈറ്റൊക്കെ ഇട്ടു. ടൈൽസ് ഇട്ട് കഴിഞ്ഞു, ഗ്രാനൈറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ വൈറ്റ് വാഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഇതുമേ ഡോറൊക്കെ ഫിറ്റ് ചെയ്തു. ഇനി കുറച്ചും കൂടിയും ഡോറുകളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഡോറൊക്കെ അതേ വെച്ച് കഴിഞ്ഞു. ഒരു ഗ്രേ കളറാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു. ഇവിടെ മരത്തിൻ്റെ വിൻഡോ ആയിരുന്നു. അതുമേ ചതൽ പിടിച്ച കാരണം അത് മാറ്റി വേറെ വെച്ചു. ഇപ്പോൾ ഇത് നമ്മുടെ പഴയ കബേർഡുമേയും ഡോറുകളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അടിയിൽ ഒരു ലൈറ്റിൻ്റെ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കബോർഡിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ. കൊച്ചു കബോർഡാണ്. പിന്നെ 3 ടാൻഡൻ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ കട്ട്ലറിയും പിന്നെ 2 പാത്രങ്ങളൊക്കെ വയ്ക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വിശേഷം ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത ദിവസം കാണാം.